ഹലോ ഗായ്സ്, നമുക്കൊന്ന് PSC പഠിച്ചാലോ. അപ്പോൾ ഞാൻ കുറച്ച് നാൾ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിരുന്നു. അപ്പം ബുക്കൊന്നും എടുക്കുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഓർത്തൊന്നും കൂടെ നമുക്ക് പഠിച്ചാലോ എന്ന്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയും നമ്മുടെ കേരള PSCയും തമ്മിൽ നല്ല അഗാധമായ പ്രണയത്തിലാണെന്ന് ഞാനിങ്ങനെ അറിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് അതിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാമെന്ന്. പേജസ് നമ്മൾ ഒരിക്കലും ഇങ്ങനെ മറിച്ച് നോക്കിയിട്ട് പഠിക്കാൻ തുടങ്ങരുതെന്ന് എനിക്ക് മനസ്സിലായി. കോൺഫിഡൻസ് അങ്ങ് പോയി കിട്ടും. എന്നിട്ട് ഞാൻ SCRTയുടെ ഒരു ടെക്സ്റ്റ് എടുത്തിട്ട് അതിൽ നിന്ന് പഠിക്കാമെന്ന് വിചാരിച്ച് അത് തുറന്നു. അപ്പോൾ എനിക്ക് അതും പിടിക്കുന്നില്ല. എനിക്ക് ഒരു കാര്യമുണ്ട്, എനിക്കിപ്പോൾ ഒരു കാര്യം പഠിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ കാര്യം തന്നെ പഠിക്കണം. പിന്നെ ഞാൻ തിരിച്ച് വീണ്ടും ഇന്ത്യൻ ഭരണഘടനയിലേക്ക് പോയി. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത പോർഷനാണ്. പക്ഷേ നമ്മൾ PSCയിൽ ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യം ഇഷ്ടപ്പെട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പഠിച്ചതിനകത്ത് നിങ്ങളുടെ ഒരു 5 ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം, പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം എന്നറിയപ്പെടുന്നത്. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി, ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവ്. ഇന്ത്യൻ ഭരണഘടന